ഹായ് ഓൾ. അപ്പോൾ നമ്മൾ ടൈപ്സ് ഓഫ് റിസ്ക് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 5 ടൈപ്സ്, അതായത് ഓപ്പറേഷണൽ റിസ്കിന് ഉള്ളിലുള്ള 2 ടൈപ്പുകൂടെ കൂട്ടി 5 ടൈപ്പ് ഓഫ് റിസ്ക് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അത് കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണുക. അതിൻ്റെ കണ്ടിന്യൂറ്റി ആയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഉണ്ടാവുക. കണക്റ്റഡ് ഒന്നുമല്ല, പക്ഷേ നമ്മൾ ആ ഒരു ഫ്ലോയിൽ അങ്ങ് പോവാണ്. ഓരോ ടൈപ്പ് ഓഫ് റിസ്ക്കുകൾ ഫ്ലോയിൽ പഠിച്ച് പോവാണ്. അപ്പോൾ നമുക്ക് അടുത്ത ടൈപ്പ് ഓഫ് റിസ്കിലേക്ക് നോക്കിയാലോ. നമ്മൾ ഈ ഒരു ടൈപ്പ് ഓഫ് റിസ്ക് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലടാ, 24 ടൈപ്സ് ഉണ്ട്. നമുക്ക് ഒറ്റ വീഡിയോയിൽ പറഞ്ഞു തീർക്കാൻ പറ്റില്ല. അതുകൊണ്ട് എന്താണ് 5 വീഡിയോ ആയിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ രണ്ടാമത്തെ വീഡിയോ ആണിത്. ഓക്കെ, 5 വീഡിയോയിലായിരിക്കും ഈ ടൈപ്സ് ഓഫ് റിസ്ക് നമ്മൾ തീർക്കുക. അതിൽ രണ്ടാമത്തെ വീഡിയോ ആണ്. ഇതിൽ നമുക്കൊരു 4 ടൈപ്സ് ഓഫ് റിസ്കിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. അപ്പം തുടങ്ങിയാലോ, നമുക്ക് ഫസ്റ്റ് ടൈപ്പിലേക്ക് പോകാമല്ലോ. ഇതിലെ ഫസ്റ്റ് ടൈപ്പ് വരുന്നത് ഫൈനാൻഷ്യൽ റിസ്ക് ആണ്. പേരിൽ തന്നെ ഉണ്ട്, ഫൈനാൻസ് റിലേറ്റഡ് ആയിട്ട് ഉണ്ടാകുന്ന റിസ്ക് ആണ് ഫൈനാൻഷ്യൽ റിസ്ക്. ഒറ്റ വാക്കി പറഞ്ഞാൽ അത്രേ ഉള്ളൂ. ഓക്കെ, നമുക്ക് എന്താണെന്നൊന്ന് ഇൻ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാലോ. ഇവിടെ ഫൈനാൻഷ്യൽ റിസ്ക് ഈസ് എ ചാൻസ് ദാറ്റ് എ കമ്പനി മേ ഫേസ് ലോസസ് ഓർ ഫൈനാൻഷ്യൽ ഇൻസ്റ്റെബിലിറ്റി. ഏറ്റവും മെയിൻ ഈ വാക്കാണ്. ഫൈനാൻഷ്യൽ റിസ്ക് ചോദിക്കുകയാണെങ്കിൽ ഫൈനാൻഷ്യൽ ഇൻസ്റ്റെബിലിറ്റി. ഫൈനാൻഷ്യലി ഇൻസ്റ്റേബിൾ ആവുകയാണെങ്കിൽ ഉണ്ടാവുന്ന മീൻസ് എന്തോ ഒരു കാരണത്താൽ ഫൈനാൻഷ്യലി ഇൻസ്റ്റേബിളായി, അതിനാണ് ഫൈനാൻഷ്യൽ റിസ്ക്. പക്ഷേ നമ്മൾ ഈ ലോസസ് കാര്യങ്ങളൊക്കെ എല്ലായിടത്തും പറയുന്നില്ല. അപ്പോൾ നമുക്ക് എങ്ങനെ മനസ്സിലാവും ഏത് ടൈപ്പ് ഓഫ് റിസ്ക് ആണെന്ന്? അപ്പോൾ അവിടെയാണ് ഇതിൻ്റെ പെർസ്പെക്റ്റീവ് മാറുന്നത്. എല്ലാത്തിൻ്റെ ഒബ്ജക്റ്റീവ് സെയിം ആവും. ഏകദേശം എല്ലാവരുടെയും ഒബ്ജക്റ്റീവ് എന്താണ്? കമ്പനി പ്രോഫിറ്റ് ഉണ്ടാക്കണം, ഏണിങ്സ് ഉണ്ടാക്കണം. അത് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ റിസ്ക് ആണ്. അത് പല രീതിക്ക് വരാം. അതിനെയാണല്ലോ നമ്മൾ ടൈപ്സ് ഓഫ് റിസ്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒബ്ജക്റ്റീവ് സെയിം ആണെന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാം സെയിം ആണെന്ന് ഒരിക്കലും ചിന്തിക്കരുത്. പലതും പല പെർസ്പെക്റ്റീവിലാണ് ആ ഒരു ഒബ്ജക്റ്റീവിലേക്ക് എത്തുന്നത്. ഓക്കെ, നമുക്കപ്പോൾ ഫൈനാൻഷ്യൽ റിസ്ക് എന്ത് പെർസ്പെക്റ്റീവിലാണ് ഈ ലോസസ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയാലോ. ഫൈനാൻഷ്യൽ ഇൻസ്റ്റെബിലിറ്റി ഡ്യൂ ടു പ്രോബ്ലംസ് വിത്ത് മണി മാനേജ്മെൻറ്റ്, ഫണ്ടിങ് ഓർ ഫൈനാൻഷ്യൽ മാർക്കറ്റ്. ഇതെല്ലാം എന്താ? ക്യാഷ് ആയിട്ട് റിലേറ്റഡാണ്. മണി മാനേജ്മെൻറ്റ്, ക്യാഷ് മാനേജ്മെൻറ്റ് പ്രോപ്പറായില്ല. കമ്പനിയിൽ ക്യാഷ് എന്ത് ചെയ്ത് പ്രോപ്പർലി കളക്ട് ചെയ്യുന്നില്ല, പ്രോപ്പർലി പേയ്മെൻറ്റ് കൊടുക്കുന്നില്ല. മീൻസ് കൊടുക്കേണ്ട സമയത്ത് കൊടുക്കണം, അല്ലാതെ നേരത്തെ ചാടിക്കത് കൊടുത്താൽ അതൊരു പ്രോപ്പർ ക്യാഷ് മാനേജ്മെൻറ്റ് എന്ന് പറയാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാതെ വരുമ്പോൾ കമ്പനിക്ക് എന്താവും? പൈസ ഇല്ലാതാവും. ആവശ്യത്തിന് പൈസ കയ്യിലില്ലാതാവും. അതൊരു ഫൈനാൻഷ്യൽ റിസ്ക് ആണ്. അതേപോലെ ഫണ്ടിങ്, കമ്പനിക്ക് ആവശ്യത്തിന് ഫണ്ടിങ് ഇല്ല. ഫണ്ടിങ് ഇല്ലെങ്കിൽ എന്താ? പൈസ ഇല്ല കമ്പനിയിൽ. ഫണ്ടിങ് ആവശ്യമുള്ള സമയത്ത് കറക്റ്റ്ലി ഫണ്ട് ചെയ്യണം. അതൊരു ഫൈനാൻഷ്യൽ റിസ്ക് ആണ്. അതേപോലെ ഫൈനാൻഷ്യൽ മാർക്കറ്റ്, നമ്മൾ ഫൈനാൻഷ്യൽ മാർക്കറ്റിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടായി, അതെന്താണ്? ഫൈനാൻഷ്യൽ റിസ്ക് ആണ്. അപ്പോൾ ഇത് മൂന്നുമാണ്. മീൻസ് ഇത് മൂന്ന് മാത്രമല്ല, എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ വരില്ലടാ, ആ ടൈമിൽ കമ്പനിയുടെ എന്തില്ല? പ്രോപ്പർലി ക്യാഷ് ഇല്ലാതെ വരുന്നൊരു കേസില്ലേ, അതെന്തോ ഒരു ഇവൻ്റ് ഒരു ആക്ഷൻ മൂലമാണ് ക്യാഷ് ഇല്ലാതെ വന്നത്. പ്രോപ്പർലി അക്കൗണ്ട് റിസീവബിൾ കളക്ട് ചെയ്യാത്തതാവും. അങ്ങനെ പല കാരണങ്ങളാവും. അപ്പോൾ അതിനാണ് ഫൈനാൻഷ്യൽ റിസ്ക് എന്ന് പറയുന്നത്. നമുക്കൊന്നുകൂടെ നോക്കിയാലോ. ഇറ്റ് ഇൻക്ലൂഡ്സ് റിസ്ക് റിലേറ്റഡ് ടു ബോറോയിങ്, ഇൻട്രസ്റ്റ് റേറ്റ്, കറൻസി ചേഞ്ച്, കസ്റ്റമർ പേയ്മെൻറ്റ്സ്, ലിക്വിഡിറ്റി. ഈ പറഞ്ഞ 5 ടേംസ് ഇതെല്ലാം എന്തായിട്ട് റിലേറ്റഡ് ആണ്? ഈ ക്യാഷുമായിട്ട് റിലേറ്റഡ് അല്ലേ? ഈ പറഞ്ഞ 5 കാര്യങ്ങളും ഈ ക്യാഷുമായിട്ട് റിലേറ്റഡ് അല്ലേ? അതല്ലേ ക്യാഷ് അവൈലബിലിറ്റി എന്നൊക്കെ പറഞ്ഞേക്കുന്നത്. എല്ലാം ക്യാഷുമായിട്ട് റിലേറ്റഡ് ആണ്. മോണിറ്ററി ടേംസിലായിരിക്കും ഈ ഫൈനാൻഷ്യൽ റിസ്കിനെ നമ്മൾ നോക്കുന്നത്. ബോറോയിങ്, നമ്മൾ കൂടുതലായിട്ട് പോയി കടം വാങ്ങിയാൽ നമുക്ക് എന്താ പ്രശ്നം? നമ്മളതിൽ ഇൻട്രസ്റ്റ് കൊടുക്കാനൊന്നും പ്രോപ്പർലി ക്യാഷ് ഇല്ലാതെ വരാം. നമ്മൾ പ്രോപ്പർലി ബിസിനസ് നടന്നില്ലെങ്കിൽ എന്താവാം? നമ്മൾ ഒരു ബാങ്ക്രപ്സിയിലൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ബോറോയിങ് കൂടിക്കഴിഞ്ഞാൽ ഫൈനാൻഷ്യൽ റിസ്ക് ഉണ്ടാകാനുള്ള സാധ്യതയില്ലേ? അതേപോലെ ഇൻട്രസ്റ്റ് റേറ്റ്, നമ്മൾ പോയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ലോൺ എടുത്തിട്ടുണ്ട്. ലോൺ ഫ്ലക്ച്വേറ്റിംഗ് ഇൻട്രസ്റ്റ് റേറ്റാണ്. നമ്മൾ എടുത്തപ്പോൾ 10% ഉള്ളായിരുന്നു ഇൻട്രസ്റ്റ്. കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ 12 15. അങ്ങനെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടാനുള്ള സാധ്യതയില്ലേ? അപ്പോൾ അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് നമ്മളതിൽ ഫണ്ട് ഇല്ലാതാവും. അതൊരു റീസൺ ആണ്. കറൻസി ചേഞ്ചസ്, അതായത് നമ്മൾ വേറൊരു രാജ്യത്താണ് നമ്മളെ ബിസിനസ് നടത്തുന്നത്. നമ്മൾ സെയിൽ ചെയ്യുന്നതോ ഇന്ത്യയിലേക്ക്, നമ്മളെ ബിസിനസ് ഉള്ളത് US നിന്ന്. അപ്പോൾ അവിടുത്തെ കറൻസി അപ്രിഷിയേറ്റ് ആവാൻ, ഡിപ്രിഷിയേറ്റ് ആവാൻ, കറൻസി എക്സ്ചേഞ്ച് റേറ്റിൽ ചേഞ്ചസ് കാര്യങ്ങളൊക്കെ വരാം. അപ്പോൾ അതിലൂടെ നമുക്ക് എന്താ? കിട്ടേണ്ട പൈസ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല, പക്ഷേ അവർ പൈസ തന്നു, എക്സ്ചേഞ്ച് റേറ്റ് ചേഞ്ച് ആയതുകൊണ്ട് നമുക്ക് ഉദ്ദേശിച്ച പൈസ കിട്ടാതെ വരാം. അപ്പോൾ അതും ഫണ്ട് നമുക്ക് കുറയ്ക്കുന്നൊരു കാര്യമല്ല. അപ്പോൾ നമ്മളെ കയ്യിലെ ക്യാഷ് കുറയും, അത് നമുക്ക് ഫൈനാൻഷ്യൽ റിസ്ക് ഉണ്ടാക്കും. ഓക്കെ, അതേപോലെ കസ്റ്റമർ പേയ്മെൻറ്റ്സ്, ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ എന്ത് ചെയ്തില്ല? കസ്റ്റമേഴ്സിൻ്റെ നിന്ന് കറക്റ്റ്ലി പേയ്മെൻറ്റ്സ് കളക്ട് ചെയ്തില്ല, അല്ലെങ്കിൽ അക്കൗണ്ട് റിസീവബിൾ കളക്ട് ചെയ്തില്ല, നമ്മളെ ഫണ്ട് ഉണ്ടാവില്ല. ഒരു നാളത്തെ ഒരു ആവശ്യം ഉണ്ടെങ്കിൽ ഫണ്ട് ചിലപ്പോൾ ഉണ്ടാവില്ല. അപ്പോൾ അത് ഫൈനാൻഷ്യൽ റിസ്ക് ആണ്. അതേപോലെ ലിക്വിഡിറ്റി, നമുക്ക് പെട്ടെന്ന് ക്യാഷിൻ്റെ ആവശ്യം വന്നു, അത് മീറ്റ് ചെയ്യാൻ പറ്റിയില്ല. ലിക്വിഡിറ്റി റിസ്ക് ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. അതൊക്കെ ഒരു ഫൈനാൻഷ്യൽ റിസ്കിനുള്ളിൽ വരും. ഇതെല്ലാം ഇൻ്റർ കണക്റ്റഡ് ആണ് തമ്മിൽ. ഓക്കെ, ഇതാണ് ഫൈനാൻഷ്യൽ റിസ്ക്. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ നോക്കിയാലോ. എ കമ്പനി ബോറോസ് ഹെവിലി, അതായത് കമ്പനി എന്ത് ചെയ്തു? ഒരുപാട് കടം വാങ്ങി, ബോറോ ചെയ്തിട്ടുണ്ട്. എക്സ്പാൻഡ് ഈസ് ഓപ്പറേഷൻ, എന്തിനു വേണ്ടിയിട്ടാണ്? അവർ ഓപ്പറേഷൻസ് ഒന്നും കൂടെ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് കടം വാങ്ങിയിട്ടുണ്ട്. പക്ഷേ എന്ത് പറ്റി? ലേറ്റർ ഇൻട്രസ്റ്റ് റേറ്റ് റൈസസ്. കമ്പനി എന്ത് ചെയ്യണോടാ? പൈസ കടമെടുത്ത് കഴിഞ്ഞാൽ അതിനെന്ത് ചെയ്യണം? ഇൻട്രസ്റ്റ് കൊടുക്കണം. ഈ ഇൻട്രസ്റ്റ് റേറ്റ് 10 കമ്പനി കടം വാങ്ങിയ ടൈമിൽ. അത് എത്രയിലേക്ക് മാറി? 15 മാറി. 10 നിന്ന് 15 പോയി. 5% കൂടിയില്ലേ?
ഈ 5% കൂടുതൽ കമ്പനി കൊടുക്കേണ്ടത്. അപ്പോൾ കൂടുതൽ കൊടുത്തപ്പോൾ ബാക്കി ആവശ്യങ്ങൾക്ക് പൈസ ഇല്ലാതെ വന്നു. അതെന്താണ്? ഒരു ഫൈനാൻഷ്യൽ റിസ്ക് ആണ്. അത് എന്തിൽ നിന്ന് വന്നു? ഇൻട്രസ്റ്റ് റേറ്റ് കൂടിയതിൽ നിന്ന് വന്നു. അത് ഒരു റീസൺ മാത്രം. ഫൈനാൻഷ്യൽ റിസ്ക് പല കാരണങ്ങളുണ്ടാകും. ജസ്റ്റ് നേരത്തെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഓക്കെ, ഈ ഇൻട്രസ്റ്റ് റേറ്റ് കൂടി. അതോടൊപ്പം ഞങ്ങൾ ആലോചിച്ച് നോക്കിയടാ, ആ കമ്പനിയുടെ സെയിൽസും കുറഞ്ഞു പോയി. സെയിൽസും കുറഞ്ഞു, ഉദ്ദേശിച്ച സെയിൽസും കിട്ടിയില്ല. നമ്മൾ ഈ 10 എന്നുള്ളത് കൊടുക്കാമെന്നുള്ള രീതി, കൊടുക്കാൻ പറ്റുമെന്ന് ഉദ്ദേശമല്ലേ പോയി നമ്മൾ ലോൺ എടുത്തത്. പക്ഷേ എന്ത് ചെയ്തു? സെയിൽസ് നമ്മൾ ഉദ്ദേശിച്ച പോലെ വന്നില്ല, സെയിൽസ് കുറഞ്ഞു പോയി, നമുക്ക് പ്രോപ്പർലി ലോൺ തിരിച്ചടയ്ക്കാൻ വേണ്ടി പറ്റിയില്ല. അപ്പോൾ നമുക്ക് ഹാഡ് ടു പേ ലോൺ ഇൻട്രസ്റ്റ് ഓൺ ടൈം. ഓക്കെ, ഇതിനെ ഫൈനാൻഷ്യൽ റിസ്ക് എന്ന് പറയാൻ കാരണം എന്താ? ബിക്കോസ് ദ കമ്പനീസ് ക്യാഷ് ഫ്ലോ പ്രോബ്ലംസ് കുഡ് ലീഡ് ടു ലോസസ് ഓർ ഈവൻ ബാങ്ക്രപ്സി. അതായത് കമ്പനിയുടെ പ്രോപ്പർലി ക്യാഷ് മാനേജ്മെൻറ്റ് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു, ക്യാഷ് ഫ്ലോസ് പ്രോപ്പർ അല്ലായിരുന്നു, കമ്പനി എന്തായി? ലോസസിലേക്ക് പോയി. കമ്പനി പൂട്ടിപ്പോകേണ്ട സ്ഥിതി വരെ വരാം. ബാങ്ക്രപ്സി എന്ന് പറഞ്ഞാൽ പാപ്പരായി പോയെന്നൊക്കെ പറയുന്നതാണ്. ഓക്കെ, ആ സ്റ്റേജ് വരെ പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ നമ്മൾ എന്തായിരിക്കണം? ക്യാഷ് മാനേജ്മെൻറ്റ് പ്രോപ്പറായിരിക്കണം, ഫൈനാൻഷ്യൽ റിസ്ക് ഉണ്ടാവാൻ നോക്കണം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത റിസ്കിലേക്ക് പോയാലോ. അടുത്ത റിസ്ക് എന്ന് പറയുന്നത് ഹസാർഡ് റിസ്ക്. ഹസാർഡ് റിസ്ക് ഇത് പക്ഷേ നിങ്ങൾക്ക് പേരിൽ നിന്ന് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. നമുക്ക് നോക്കാം എന്താണ്. ഇവിടെ ഹസാർഡ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് എന്തോ ഒരു അപകടം, ഡേഞ്ചർ എന്നൊക്കെയല്ലേ. ഇത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. ഹസാർഡ് റിസ്ക് റെഫേഴ്സ് ടു പൊട്ടൻഷ്യൽ ഇവൻറ്റ്സ് ദാറ്റ് കോസ് ഫിസിക്കൽ ഓർ ആക്സിഡൻ്റൽ ലോസ് ആൻഡ് ടിപ്പിക്കലി ഇൻഷുറബിൾ. എന്താ പറഞ്ഞേക്കുന്നത്? അവിടെ പെട്ടെന്ന് നമുക്ക് ഫിസിക്കലി അല്ലെങ്കിൽ ഒരു ആക്സിഡൻ്റലി എന്തോ ഒരു ലോസ് സംഭവിച്ചു. എക്സാമ്പിൾ ആലോചിക്കുക, നമ്മളെ കമ്പനിയിൽ ഒരു മെയിൻ എംപ്ലോയി ഉണ്ടായിരുന്നു. ആ എംപ്ലോയിക്ക് പെട്ടെന്ന് ഒരു ദിവസം ആക്സിഡൻറ്റ് സംഭവിച്ചു. അതിനെയാണ് ഹസാർഡ് റിസ്ക് എന്ന് പറയുന്നത്. പക്ഷേ ആക്സിഡൻറ്റ് സംഭവിച്ചത് കൊണ്ട് മാത്രം അതിന് ഹസാർഡ് റിസ്ക് എന്ന് പറയാൻ വേണ്ടി പറ്റില്ല. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഈ പറഞ്ഞ കാര്യം, ഇൻഷുറബിൾ. അതായത് ഇൻഷുർ ചെയ്യാൻ വേണ്ടി പറ്റണം. എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റോ കാര്യങ്ങളോ സംഭവിച്ചപ്പോൾ ഇൻഷുർ ചെയ്യാൻ വേണ്ടി പറ്റുമോ? അങ്ങനെ ആണെങ്കിൽ മാത്രമേ അതിന് ഹസാർഡ് റിസ്ക് എന്ന് പറയാൻ വേണ്ടി പറ്റൂ. ഇപ്പോൾ ഈ ഒരു എംപ്ലോയിയുടെ മേലിൽ കമ്പനി ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടായിരുന്നു. ആ കമ്പനിക്ക് അപ്പോൾ എന്തായി? ആ എംപ്ലോയി മൂലം ഉണ്ടാകുന്ന നഷ്ടങ്ങളെ കുറേയൊക്കെ സേവ് ചെയ്യാൻ വേണ്ടി പറ്റും ആ ഇൻഷുറൻസ് വഴി. അതിനെയാണ് ഹസാർഡ് റിസ്ക് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഇനി എന്തൊക്കെ വരുമെന്ന് നോക്കാം. നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്, വർക്ക് പ്ലേസ് ഇഞ്ചുറീസ്. വർക്ക് ചെയ്യുന്നിടത്ത് ഇപ്പം വലിയ ബിൽഡിംഗ് നടക്കുന്ന സമയത്തൊക്കെ ഇഞ്ചുറീസ് ഒക്കെ ഉണ്ടാവാറില്ലേ? അതൊരു ഹസാർഡ് റിസ്ക് ആണ്. വെഹിക്കിൾ ആക്സിഡൻറ്റ് ഉണ്ടായി, അതൊക്കെ ഒരു ഹസാർഡ് റിസ്ക്. ഇതിന് നമുക്ക് എങ്ങനെയാണ്? ഇതൊക്കെ നമുക്ക് ഇൻഷുർ ചെയ്യാൻ വേണ്ടി പറ്റും. ഇൻഷുർ ചെയ്യാൻ വേണ്ടി പറ്റിയാൽ മാത്രമേ അതിന് ഹസാർഡ് റിസ്ക് എന്ന് പറയാൻ വേണ്ടി പറ്റൂ. അപ്പോൾ ആ ഒരു ടേം ഒരിക്കലും വിട്ടുപോകരുത്. ഓക്കെ, ദീസ് റിസ്ക് ത്രെട്ടൺ ആൻഡ് ഓർഗനൈസേഷൻസ് അസറ്റ്, പേഴ്സണൽ ഓർ ഓപ്പറേഷൻ. ഇതിപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇത് ഈ 3 രീതിക്കും കമ്പനിയെ അഫക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ കമ്പനിയുടെ അസറ്റ്സ് ഇപ്പം ഒരു ഫിക്സഡ് അസറ്റ്സിനെ നമുക്ക് ഇൻഷുർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതിന് പെട്ടെന്ന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? കമ്പനിയുടെ ഒരു ബിൽഡിംഗ് ആലോചിച്ച് നോക്കിയാണ്. കമ്പനിയുടെ ബിൽഡിംഗ് തീ പിടിച്ചു, അതെന്താണ്? ഹസാർഡ് റിസ്ക് ആണ്. പെട്ടെന്നൊരു ആക്സിഡൻറ്റ് ഉണ്ടായതല്ലേ, അത് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഇൻഷുർ ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് അസറ്റിൽ ഇത് ബാധിക്കാം, എഫക്റ്റ് ചെയ്യാം. അതേപോലെ പേഴ്സൺ, ഞാൻ നേരത്തെ പറഞ്ഞു, കമ്പനിയുടെ മെയിൻ ഒരു എംപ്ലോയി ആക്സിഡൻറ്റ് സംഭവിച്ചു, അതെന്താണ്? ഇൻഷുർ ചെയ്യാം. നമുക്ക് എംപ്ലോയി ഇൻഷുറൻസ് ഒക്കെ എടുക്കാൻ വേണ്ടി പറ്റും. അതേപോലെ ഓപ്പറേഷൻസ്, കമ്പനിയുടെ ഡേ ടു ഡേ ഓപ്പറേഷൻസിൽ എന്തെങ്കിലും പ്രശ്നം സംഭവിച്ചു, അല്ലെങ്കിൽ ഓപ്പറേഷണൽ റിസ്കിലേക്ക് പോകരുത്. അപ്പം അല്ലെങ്കിൽ എന്താണ്? നമ്മൾ കമ്പനിയുടെ ഓപ്പറേഷനെ ബാധിക്കുക. ഓപ്പറേഷനെ ബാധിക്കുന്നത് നമുക്ക് എന്താണ്? ഹസാർഡ് റിസ്കിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റും. എപ്പോഴേ പറ്റത്തുള്ളൂ? ഇൻഷുർ ചെയ്യാൻ വേണ്ടി പറ്റുമെങ്കിൽ. ഓക്കെ, ബട്ട് ക്യാൻ ബി മിറ്റിഗേറ്റഡ് ത്രൂ ഇൻഷുറൻസ് കവറേജ് ലൈക്ക് പ്രോപ്പർട്ടി, ലയബിലിറ്റി ഓർ കീ പേഴ്സൺ ഇൻഷുറൻസ്. ഇത് തന്നെയല്ലേ ഇത്രയും നേരം പറഞ്ഞത്. ഇൻഷുറൻസ് വെച്ചിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? മിറ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഒരിക്കലും എലിമിനേറ്റ് പറ്റില്ല. ഒരു റിസ്കിലും എലിമിനേറ്റ് പറ്റില്ല. എലിമിനേറ്റ് എന്നുള്ള കാര്യം വരത്തില്ല. മിറ്റിഗേറ്റ് അല്ലെങ്കിൽ റെഡ്യൂസ് എന്നൊക്കെയാണ് ഇതിനർത്ഥം വരുന്നത്. ഓക്കെ, റെഡ്യൂസ് ചെയ്യാനേ നമുക്ക് പറ്റുള്ളൂ. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ ഒന്നുമില്ല, നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്, അതായത് തീപിടുത്തം, ഫ്ലഡ്, എർത്ത്, ഇതൊക്കെ നമുക്ക് എന്തുകൊണ്ട് കവർ ചെയ്യാൻ വേണ്ടി പറ്റും? പ്രോപ്പർട്ടി ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ ഇതൊക്കെ നമുക്ക് ഏകദേശം കവർ ചെയ്യാം. ഫുൾ എമൗണ്ട് ഒന്നും കിട്ടില്ല, ഏകദേശം കവർ ചെയ്യാൻ വേണ്ടി പറ്റും. ഉണ്ടായ ലോസസ് നമുക്ക് കവർ ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ നേരത്തെ പറഞ്ഞ പോലെ ഡെത്ത് ഓഫ് കീ എംപ്ലോയി നമുക്ക് എങ്ങനെ കവർ ചെയ്യാൻ വേണ്ടി പറ്റും? കീ പേഴ്സൺ ലൈഫ് ഇൻഷുറൻസ് എന്നൊക്കെ പറഞ്ഞ പരിപാടികളുണ്ട്. ലൈഫ് ഇൻഷുറൻസ് കാര്യങ്ങൾ തന്നെ കമ്പനി എന്ത് ചെയ്യും? ലൈഫ് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടായിരിക്കും ആ ഒരു എംപ്ലോയിയുടെ പുറത്ത്. അപ്പോൾ ആ എംപ്ലോയി നഷ്ടപ്പെട്ടത് കാരണം കമ്പനിക്ക് ലോസ് ഉണ്ടാകും. ആ ഒരു മെയിൻ കീ എംപ്ലോയി ആണ്. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഇൻഷുറൻസ് കമ്പനിക്ക് എടുത്തിട്ട് ചെറിയ രീതിയിൽ ഉണ്ടായ ലോസുകൾ ഫുള്ളി കവർ ചെയ്യാൻ പറ്റത്തില്ല, എന്നാൽ പോലും കുറച്ചൊക്കെ ഇൻഷുർ ചെയ്യാൻ വേണ്ടി കവർ ചെയ്യാൻ വേണ്ടി പറ്റും ഇൻഷുറൻസ് കൊണ്ടത്. കവർ ചെയ്യാൻ വേണ്ടി പറ്റും. എങ്ങനെ? ഇൻഷുറൻസ് കൊണ്ട്. ഓക്കെ, ഇഞ്ചുറി ഓൺ ബിസിനസ് പ്രൈമിസസ്, അതായത് ബിസിനസ്സിലുള്ള എന്തെങ്കിലും സാധനങ്ങൾക്ക് ഇഞ്ചുറി സംഭവിച്ചു, അതെന്താണ്? ലയബിലിറ്റി ഇൻഷുറൻസ് വെച്ചിട്ട് നമുക്ക് കവർ ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്കൊരു ഇൻഷുറൻസ് വെച്ചിട്ട് ഒരു അപകടം വന്നു കഴിഞ്ഞാൽ അത് കവർ ചെയ്യാൻ വേണ്ടി പറ്റുമെങ്കിൽ അതിനെയാണ് ഹസാർഡ് റിസ്ക് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത റിസ്കിലേക്ക് പോയാലോ. ലിക്വിഡിറ്റി റിസ്ക്. ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ലിക്വിഡിറ്റി റിസ്ക് ഒക്കെ നമ്മൾ പഠിക്കാനുള്ളത്. ലിക്വിഡിറ്റി എന്താണ്? നമുക്ക് പെട്ടെന്ന് ഷോർട്ട് ടൈമിലെ കുറച്ച് ക്യാഷ് ആവശ്യം വന്നു. ഷോർട്ട് ടൈമിൽ അപ്പോൾ നമ്മുടെ കയ്യിൽ കുറച്ച് അസറ്റ്സ് ഇരിപ്പുണ്ട്, മീൻസ് കറൻറ്റ് അസറ്റ്സ് ഒക്കെ ഇല്ലേ, ഇതിരിപ്പുണ്ട്. ഇതിനെക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? വിറ്റ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമുക്ക് സെയിൽ ചെയ്തിട്ട് നമുക്ക് ക്യാഷ് ആക്കി മാറ്റാൻ വേണ്ടി പറ്റും. പക്ഷേ നമ്മൾ ഉദ്ദേശിച്ച ക്യാഷ് കിട്ടിയില്ല. നമ്മളിപ്പോൾ ഉദ്ദേശിച്ചത് 10 ലക്ഷം വേണമെന്നായിരുന്നു, നമുക്ക് കിട്ടിയത് വെറും 9 ലക്ഷമേ കിട്ടിയുള്ളൂ. മനസ്സിലായില്ലേ? നമ്മൾ ഉദ്ദേശിച്ച ക്യാഷ് കിട്ടിയില്ല, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന്
പെട്ടെന്ന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല, ക്യാഷ് ആക്കി കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. മീൻസ് ആ ഒരു റിസ്ക് ഇല്ലേ, പറ്റാത്ത വരുന്ന ഒരു കാര്യം, അതിനെയാണ് നമ്മൾ ലിക്വിഡിറ്റി റിസ്ക് എന്ന് പറയുന്നത്. ഈ ഒരു കേസിൽ നോക്കുമ്പോൾ 1 lakh ആണ് അവിടെ ലിക്വിഡിറ്റി റിസ്ക് വന്നത്. അത് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ലിക്വിഡിറ്റി റിസ്ക് ഇസ് ദ റിസ്ക് ദാറ്റ് എ കമ്പനി വിൽ നോട്ട് ഹാവ് എനഫ് ക്യാഷ് ഓർ ഈസിലി സെല്ലബിൾ അസറ്റ് ടു മീറ്റ് ഇറ്റ് ഷോർട്ട് ടേം ഫൈനാൻഷ്യൽ ഒബ്ലിഗേഷൻ. ഷോർട്ട് ടേം ഫൈനാൻഷ്യൽ ഒബ്ലിഗേഷൻ മീറ്റ് ചെയ്യാനായിട്ട് ക്യാഷ് ഇല്ലാതെ വരിക, അല്ലെങ്കിൽ ഈസിലി സെല്ലബിൾ അസറ്റ്സ്, അതായത് കറൻറ്റ് അസറ്റ്സിനെയാണ് ഈസിലി സെല്ലബിൾ അസറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതെന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, നമുക്ക് സെയിൽ ചെയ്തോ ഒന്നും മീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. ക്യാഷ് ഇല്ല, ഷോർട്ട് ടൈം ഒബ്ലിഗേഷൻ മീറ്റ് ചെയ്യാനുള്ള ക്യാഷ് ഇല്ലാതെ വരുന്ന കേസിൽ, അല്ലെങ്കിൽ ക്യാഷ് നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റാതെ വരുന്ന കേസിനെയാണ് ലിക്വിഡിറ്റി റിസ്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഈവൻ ഇഫ് എ കമ്പനി ഈസ് പ്രോഫിറ്റബിൾ, നമ്മൾ ബുക്ക് ഓഫ് അക്കൗണ്ട്സ് ഒക്കെ എടുത്ത് നോക്കിയപ്പോൾ കമ്പനി പ്രോഫിറ്റബിളാണ്, പക്ഷേ അവിടെയും ലിക്വിഡിറ്റി റിസ്കിനുള്ള പോസിബിലിറ്റി ഉണ്ട്. ആ കമ്പനി പ്രോഫിറ്റബിൾ ആയത് എങ്ങനെ ആയിരിക്കാം, ആ കമ്പനിയുടെയൊക്കെ ഒരുപാട് ഫിക്സഡ് അസറ്റ് കാര്യങ്ങളുണ്ടായിരിക്കാം, പ്രോപ്പർലി കറൻറ്റ് അസറ്റ്സ് മെയിൻറ്റെയിൻ ചെയ്യാത്ത, ഷോർട്ട് ടൈം കാര്യങ്ങൾ നോക്കാതെ ലോങ് ടൈമിലേക്കൊക്കെ നോക്കി പ്രോഫിറ്റിൽ പോകുന്ന കമ്പനിയാണ്. അവിടെ എന്തുകൊണ്ട് ലിക്വിഡിറ്റി റിസ്കിനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒരു കമ്പനി പ്രോഫിറ്റബിൾ ആണെന്ന് പറഞ്ഞ് ലിക്വിഡിറ്റി റിസ്ക് ഉണ്ടാവില്ല എന്നല്ല അർത്ഥം, അവിടെയും പോസിബിലിറ്റി ഉണ്ട് ലിക്വിഡിറ്റി റിസ്ക് ഉണ്ടാവാനുള്ള. ഓക്കെ, അവിടെയും പോസിബിലിറ്റി ഉണ്ട് ലിക്വിഡിറ്റി റിസ്ക് ഉണ്ടാവാനുള്ളത്. ഇത് തന്നെയാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഇറ്റ് ക്യാൻ ഫേസ് ലിക്വിഡിറ്റി പ്രോബ്ലംസ് ഇഫ് ക്യാഷ് ഇൻഫ്ലോസ് ആർ ഡിലേഡ്. ക്യാഷ് ഇൻഫ്ലോ ഡിലേ ആവാം, അല്ലെ അസറ്റ് കാനോട്ട് ബി ക്വിക്ലി കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ് വിത്തൗട്ട് സിഗ്നിഫിക്കൻറ്റ് ലോസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവാതെ. ഇപ്പോൾ നമുക്കിവിടെ 10 ലക്ഷമായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അവിടെ ലിക്വിഡിറ്റി റിസ്ക് ഇല്ല. 10ന് 9 കൺവേർട്ട് ചെയ്തപ്പോൾ 1 ലക്ഷം എന്തായി, ലിക്വിഡിറ്റി റിസ്ക് വന്നു. അതാണ് ലിക്വിഡിറ്റി റിസ്ക്, സിമ്പിളി അത്രേ ഉള്ളൂ. ഇത് തന്നെയാണ് നമുക്ക് എക്സാമ്പിൾ എന്ന് പറഞ്ഞേക്കുന്നത്. ഡിലേ ഇൻ കളക്ടിങ് റിസീവബിൾസ് പ്രിവെൻറ്റ്സ് പേയ്മെൻറ്റ് ടു സപ്ലയേഴ്സ് ഓൺ ടൈം. ഇവിടെ നമ്മൾ റിസീവബിൾസ് കളക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും, പേബിൾസ് കൊടുക്കും. അങ്ങനെയാണ് കമ്പനി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതായത് കമ്പനിയുടെ പ്രോപ്പർലി ക്യാഷ് ഒന്നുമില്ല. ഈ റിസീവബിൾസ് എന്താണ്, കറൻറ്റ് അസറ്റ് അല്ലേ. ഈ കറൻറ്റ് അസറ്റ്സ് പ്രോപ്പർലി കമ്പനിക്ക് എന്താക്കാൻ പറ്റിയില്ല, ക്യാഷ് ആക്കാൻ പറ്റിയില്ല. ക്യാഷ് ആക്കാൻ പറ്റാത്തത് കൊണ്ട് പേബിൾസ് കൊടുക്കാൻ പറ്റിയില്ല. അതെന്താണ്, ലിക്വിഡിറ്റി റിസ്ക് ആണ്. എന്തുകൊണ്ടായിരുന്നു, ഷോർട്ട് ടൈം ഒബ്ലിഗേഷൻ ആയിട്ടുള്ള പേബിൾ കമ്പനിക്ക് ക്യാഷ് ഇല്ലാത്തതുകൊണ്ട് കൊടുക്കാൻ പറ്റിയില്ല. ക്യാഷ് ഇല്ലാത്ത എന്തുകൊണ്ടാണ്, അക്കൗണ്ട് റിസീവബിൾ കമ്പനിക്ക് പ്രോപ്പർലി കളക്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട്. അതാണ് ലിക്വിഡിറ്റി റിസ്ക്. ഇങ്ങനെയൊക്കെ ആയിരിക്കും നമുക്ക് സിനേറിയോ വരിക. അപ്പോൾ അതൊക്കെ കണക്ട് ചെയ്ത് നമ്മൾ ഏത് റിസ്ക് ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പഠിക്കണം. ഓക്കെ, അടുത്ത ടൈപ്പിലേക്ക് പോയാലോ. അടുത്തതാണ് സോൾവൻസി റിസ്ക്. നമ്മളിപ്പം ഷോർട്ട് ടേം പറഞ്ഞു, ഷോർട്ട് ടേമിൽ നമുക്ക് പൈസ ഇല്ല, അത് ലിക്വിഡിറ്റി. ഇനി ലോങ് ടേം നോക്കിയാലോ, ലോങ് ടൈം നോക്കിയാൽ അതിനെയാണ് സോൾവൻസി എന്ന് പറയുന്നത്. ഓക്കെ, റിസ്ക് ദാറ്റ് എ കമ്പനി കാനോട്ട് മീറ്റ് ഇറ്റ്സ് ലോങ് ടൈം ഫൈനാൻഷ്യൽ ഒബ്ലിഗേഷൻ. നേരത്തെ പറഞ്ഞതിൻ്റെ ലോങ് ടൈം തന്നെ. കമ്പനിക്ക് ലോങ് ടൈമിലേക്ക് ഫൈനാൻഷ്യൽ ഒബ്ലിഗേഷൻസ് മീറ്റ് ചെയ്യാനുള്ള പൈസ കമ്പനിയുടെ ഇല്ല, ക്യാഷ് ഇല്ല എങ്കിൽ, അല്ലെങ്കിൽ ക്യാഷിനെ കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റുന്നില്ല എങ്കിൽ, അതിനെയാണ് നമ്മൾ സോൾവൻസി റിസ്ക് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം എന്താ എഴുതിയിരിക്കുന്നത്. ഫൈനാൻഷ്യൽ ഒബ്ലിഗേഷൻ സസ്റ്റെയിൻ ഓപ്പറേഷൻ നമുക്ക് നോക്കാം. ഇറ്റ് അറൈസസ് വെൻ ലയബിലിറ്റീസ് എക്സീഡ് അസറ്റ്. അതായത് നമുക്ക് അസറ്റ് നമ്മളെ കയ്യിലുണ്ട്, ലയബിലിറ്റീസ് മീറ്റ് ചെയ്യാനുള്ള അസറ്റ് ഉണ്ട് എങ്കിൽ സോൾവൻസി റിസ്ക് ഉണ്ടെന്ന് പറയാൻ വേണ്ടി പറ്റുവാണ്. എക്സാമ്പിൾ, നമുക്ക് ലയബിലിറ്റി ആയിട്ടുള്ളത് ഒരു 5K, ജസ്റ്റ് 5K ഉള്ളു. നമ്മളെ അസറ്റ് 10K ഉണ്ട്, 10K അസറ്റ് ഉണ്ട്. ഈ 5K അസറ്റ് ലയബിലിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഈ അസറ്റിൽ നിന്നും 5K കൊണ്ടുപോയി സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ലോങ് ടൈം അല്ലേ, പതിയെ സെയിൽ ചെയ്താലും മതി, ഈ ലയബിലിറ്റി വീട്ടാൻ വേണ്ടി പറ്റില്ലേ. പക്ഷേ നേരെ തിരിച്ചൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇത് പോട്ടാ, ഇത് നമുക്കൊന്ന് മാറ്റി നോക്കാം. നമുക്ക് ലയബിലിറ്റി എത്ര ഉണ്ട്, 10K ഉണ്ട്, 10K ലയബിലിറ്റി ഉണ്ട്, നമ്മളതിൽ അസറ്റ് 5K ഉള്ളൂ. ഈ 10K നമ്മൾ എങ്ങനെ വിട്ടു? ഈ 5K നമ്മൾ എന്ത് ചെയ്ത് അസറ്റ് സെയിൽ ചെയ്ത് പൈസ ഉണ്ടാക്കി 5K കൊടുത്താൽ പോലും റിമൈനിങ് എത്ര വരും, ഇവിടെ 5K അസറ്റ് ലയബിലിറ്റി എന്ത് ചെയ്യും, പെൻഡിങ് നിൽക്കും. അപ്പോൾ ഇതല്ലേ ഇവിടെ പറഞ്ഞേക്കുന്നത്, ലയബിലിറ്റി എക്സീഡ് അസറ്റ്. ലയബിലിറ്റി എന്താണ്, അസറ്റിനെക്കാട്ടിൽ കൂടിയാൽ ഉണ്ടാകുന്ന കേസ്. നമുക്ക് ലോങ് ടൈമിലേക്ക് പൈസ ഇല്ല, അസറ്റ് ക്യാഷ് കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തല്ല നമ്മൾ അസറ്റ് എന്ന് പറയുന്നത്. ലയബിലിറ്റി ആണ് കൂടുതൽ, അസറ്റ് ഇല്ല, ലോങ് ടൈമിലേക്ക് നമുക്ക് ക്യാഷ് ഇല്ലാതെ വരും. അതല്ലേ സോൾവൻസി റിസ്ക് എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ആലോചിച്ച് നോക്കിയാൽ വേറൊരു രീതിക്ക് നമുക്ക് പറയാം, വെൻ കമ്പനീസ് ക്യാപിറ്റൽ ഈസ് ഇൻഅഡ്യൂക്കേറ്റ്. കമ്പനിയുടെ പ്രോപ്പർലി ക്യാപിറ്റൽ ഇല്ലടാ, ലോങ് ടൈമിലേക്ക് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ക്യാപിറ്റൽ ഇല്ലാതെ വരിക. ഷോർട്ട് ടൈമിലേക്കാകുമ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ, ലോങ് ടൈമിലേക്കാകുമ്പോൾ ക്യാപിറ്റൽ. ഇതില്ലാതെ വരുന്നതിന് നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും, സോൾവൻസി റിസ്ക് എന്ന് പറയാൻ വേണ്ടി പറ്റും. ഇത് തന്നെയാണ് എക്സാമ്പിളിലും പറയുന്നത്. എ ഫേം വിത്ത് ഹെവി ഡെപ്റ്റ് ഫെയിൽ ടു ജനറേറ്റ് ഇനഫ് പ്രോഫിറ്റ് ടു പേ ഇൻട്രസ്റ്റ് ഓർ റീപേ ലോൺസ്. അതായത് കമ്പനിക്ക് എന്ത് മീൻസ് ഒരുപാട് ഡെപ്റ്റ് എടുത്ത് വെച്ചേക്കുന്ന കമ്പനിയാണ്, കമ്പനിക്ക് പ്രോഫിറ്റ് പ്രോപ്പർലി ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയില്ല. ഡെപ്റ്റ് കൂടുതൽ, അതായത് ലയബിലിറ്റി കൂടുതൽ, ആ പ്രോഫിറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. പ്രോഫിറ്റൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അസറ്റ് വരത്തുള്ളല്ലോ, അസറ്റ് വാങ്ങാൻ വേണ്ടി പറ്റില്ല. അസറ്റ് അപ്പോൾ എന്താണ്, കുറവാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല, ഇൻട്രസ്റ്റോ കാര്യങ്ങളൊന്നും അടയ്ക്കാനായിട്ട് പറ്റിയില്ല. ലോങ് ടൈമിലേക്കുള്ള കാര്യമല്ലടാ, ലോൺ തിരിച്ചടയ്ക്കാൻ പറ്റിയില്ല. അതെന്താണ്, ലോങ് ടൈമിലേക്കുള്ളതാണ്. അപ്പോൾ ലോങ് ടൈമിൽ നമുക്ക് ഒബ്ലിഗേഷൻ മീറ്റ് ചെയ്യാൻ പറ്റിയില്ല. എന്തുകൊണ്ട്, നമ്മൾ ഡെപ്റ്റ് കൂടുതലെടുത്തു, നമുക്ക് പ്രോപ്പർലി പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റാത്തതുകൊണ്ട്. അതെന്താണ്, സോൾവൻസി റിസ്ക് ആണ്. ഞാൻ പറഞ്ഞല്ലോ, ഷോർട്ട് ടേം ലിക്വിഡിറ്റി,
ലോങ് ടേം സോൾവൻസി, അങ്ങനെ കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി. എല്ലാം ഏകദേശം സെയിം ആയിട്ട് ഫീൽ ചെയ്യും. കണക്ട് ചെയ്ത് പഠിക്കും, എന്താണ് ഡിഫറൻസ് എന്ന് മനസ്സിലാക്കും. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ നോക്കുന്നത്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കി ബാലൻസ് ടൈപ്പ് ഓഫ് റിസ്കുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാം. എന്തായാലും അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.